ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടതാണല്ലേ, സ്വന്തം അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊല്ലുക. മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ട കുഞ്ഞിനെയാണ് സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നത് അല്ലേ. അതിപ്പം കേസ് പോക്സോ കേസായി വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ ബന്ധുവായ സഹോദരൻ കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുന്നു. നിരന്തരമായ പീഡനം, ഏകദേശം 1 വർഷമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണത്തിന് തൊട്ട് തലേ ദിവസം തന്നെ ഈ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണല്ലേ. അപ്പം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് എല്ലാവരും ഓർക്കും എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ ഒരമ്മയ്ക്ക് കൊല്ലാൻ പറ്റുന്നതെന്നല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അമ്മമാരാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. ബക്കറ്റിൽ മുക്കി കൊല്ലുക, എറിഞ്ഞു കൊല്ലുക അല്ലേ. ഇവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ അവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ക്രൂരയായ സ്ത്രീകൾ കൊന്നു കഴിയുമ്പോൾ അവർക്ക് മാനസിക വിഭ്രാന്തിയാണ്, അല്ലേ അവർ ഒരു മെൻ്റൽ പേഷ്യൻ്റാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അവരുടെ നില തെറ്റിയ അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനിങ്ങനെ ചെയ്യുന്നു? ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്ത് പാവമാണ് ആ കുഞ്ഞ് നിങ്ങളോട് ചെയ്തത്. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് എന്തുമാത്രം ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ല കുഞ്ഞുങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്, അവർക്ക് കൊടുത്തൂടെ? അതുമല്ല, സ്വന്തം അച്ഛൻ്റെ അനിയൻ കൂടെ ഏറ്റവും കൂടുതൽ ആ കുട്ടി നടന്നതും ഇടപഴകിയുമായ ആളാണ് ഈ കുഞ്ഞിനെ ഇത്രയുമായിട്ട് നിരന്തരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. വെറും 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു നിനക്കൊക്കെ? ആ മരണത്തിൻ്റെ ആ വീഡിയോ പുറത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്നത് ആ വ്യക്തിയാണ്, ഈ അച്ഛൻ തന്നെ. അവൻ്റെ കരച്ചിൽ കണ്ടാൽ തന്നെ അറിയാം ഇത് എന്തോ ഒരു ഉഡായിപ്പ് അതിലുണ്ടെന്ന്. അതിപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. എങ്ങനെ നിനക്കൊക്കെ സാധിക്കുന്നു? എന്തിനു വേണ്ടിയാണ് നീയൊക്കെ ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാൻ മാത്രം? അത് നിനക്കും അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ബന്ധത്തിൽ ഈ കുഞ്ഞിനെ നീ ഇരയാക്കിയതാണോ? ഇതറിയാതിരിക്കാൻ നീ ആ കുഞ്ഞിനെ കൊന്നതാണോ? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എല്ലാവരും വിചാരിക്കും നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത്, പ്രതികരിച്ചുകൊണ്ട് എന്താണ് നേടാനുള്ളത്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ അമ്മ, എനിക്കും 2 മക്കളുള്ളതാണ്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഏറ്റവും വലിയ ക്രൂരതയാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു വ്യക്തി നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. ആ കുട്ടീനെ അതിൻ്റേതായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിന് നിയമപരമായി നേടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ കൊന്നിട്ട് ഇവർക്ക് ഇതെന്താണ് കിട്ടിയിരിക്കുന്നത്? എന്നാ ഒരു ശിക്ഷാ നിയമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്? എന്താണുള്ളത്? ഇന്ന് പോയാൽ നാളെ തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഇന്ന് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ജയിലിലേക്ക് പോകുന്നത്. നാളെ നോക്കിയോ, ആ പോയ സ്പീഡിൽ തന്നെ അവർ തിരിച്ചു വരും. അതുകൊണ്ടാണ് ഇവിടെ നിരന്തരം ക്രൂരതകളും പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ മൊഴിയാണ്, കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കുടുംബം വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്ന്. സ്വന്തം മകളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്നവരെയും ആ കുട്ടിയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അവരെ അത് വേദനിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നതെന്ന്. ഇവളൊക്കെ ഏതൊരമ്മയാണ്? ഇവക്കൊക്കെ അമ്മയാകാനുള്ള ഒരിതുണ്ടോ? ഇവളൊക്കെ ഈ കൗൺസിലിങ്ങിന് പോയതാണ്. അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഭർത്താവ് പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ആരെടുത്ത് പോകുന്നു, അവരെ വിശ്വാസം ഉള്ളിടത്താണോ വിടുന്നത് എന്നൊക്കെ നോക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ് അല്ലേ. ഇപ്പം ഞാൻ പറയുന്ന ഒരു കുഞ്ഞു കുട്ടി നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും അവരെ പഠിപ്പിക്കുക. അതിപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ പോലും തൊട്ടാൽ തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കാലത്ത് അപ്പനെയും ആങ്ങളെയും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലങ്ങളാണ്. അമ്മയും പെങ്ങളെയും അത് തന്നെ എല്ലാത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലങ്ങളാണ്. അതുകൊണ്ട് വളർത്തുമ്പോഴേ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് വളർത്തിയെടുക്കുക. എന്ത് പറഞ്ഞാലും 4 വയസ്സുള്ള കുട്ടിക്ക് അത് പറയാൻ പോലും അതിനുള്ള അറിവായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊന്നും അറിയാതെ പോയത് തന്നെ. ഇപ്പം അറിയുന്നുള്ള ഒരിത് വന്നപ്പോഴാണ് അതിനെങ്ങനെ കൊല്ലുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ത്രീ തന്നെ ആയിരിക്കില്ല ഈ കുട്ടിയെ കൊന്നത്. ഇയാൾക്കും അതിലെന്തോ ഒരു പങ്കുണ്ടായിരിക്കുക. അതും ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടായെങ്കിൽ കൃത്യമായ തക്കതായ ശിക്ഷ ഭൂമിയിൽ ഇനി വെച്ചേക്കുകയോ ചെയ്യരുത്. ഇങ്ങനെയുള്ളവളുമാരെ കൊന്നു തള്ളുകയോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കുക. കൊന്ന് കീറി മുറിച്ച് കൊല്ലട്ടെ ഇവളെയൊക്കെ.
ഒന്നിനെങ്ങനെ വിട്ട് വെച്ചേക്കരുത്. ഇവളുമാരെയൊക്കെ ഇങ്ങനെ വിട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ ഓരോ ദിവസവും ഓരോ വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാർക്കു വേണ്ടിയാണ്? നിനക്കൊക്കെ നോക്കാൻ പറ്റുകയില്ലെങ്കിൽ നീ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തുകൂടെ? നിനക്കൊക്കെ കുട്ടികളാണ്, നിനക്കൊക്കെ ഇനി പോകുന്ന വഴികളിലൊരു വിഷയമെങ്കിൽ എന്തിനാണ് ഇതിനെയൊക്കെ ജനിപ്പിക്കാൻ നിൽക്കുന്നത്? എന്തിനാണ് ജനിപ്പിക്കാൻ നിർത്തുന്നത്? ഈ വേണ്ടാത്ത വഴികളിലൂടെ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിനക്കങ്ങനെ വേണ്ടാത്ത ബന്ധം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ കുഞ്ഞിനെ ബലിയാടാക്കുന്നത്? നീയൊക്കെ പോയി ചത്തൂടായിരുന്നു എങ്ങനെയൊക്കെ, അല്ല ആരുടെയിലൊക്കെ കൂടെ പോയിക്കൂടായിരുന്നു നിനക്കൊക്കെ? എന്തിനാ ആ കുഞ്ഞൊക്കെ എന്ത് ചെയ്തിട്ടാണ്? അറിവ് പോലുമില്ല. എങ്ങനെ കൊല്ലം നിനക്കൊക്കെ തോന്നി? നീയൊക്കെ പോയി ആ കുഞ്ഞിനെ കൊന്ന സമയത്തോടെ നീയും അതിനകത്ത് ചാടി ചത്താൽ മതിയായിരുന്നു എന്നാണ് ആ വാർത്ത കണ്ടപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത്. ദൈവത്തെയോർത്ത് ഇനി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ സംരക്ഷണത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ തന്നെ മക്കളെ വളർത്തുക. നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും, നമ്മുടെ അച്ഛൻ്റെ അനിയനാണെന്ന് പറഞ്ഞാലും, ചേട്ടനാണെന്ന് പറഞ്ഞാലും, അച്ഛനാണെന്ന് പറഞ്ഞാലും ആരുടെയിലും ഈ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചിടാതെ നോക്കുക. പെൺകുട്ടികളാണെങ്കിൽ ശരി, ആൺകുട്ടികളാണ്. പ്രകൃതി വിരുദ്ധമായിട്ടാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ആ തരത്തിൽ വരെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളർത്തുമ്പോൾ നല്ല രീതികൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ തന്നെ അതിനെ നിയമപരമായി നേരിടുക. അല്ലാതെ കൊല്ലാനോ എന്തിന്, ഈ കൊന്നു കഴിഞ്ഞാലും നീയൊക്കെ പോയി സുഖിച്ചിട്ടിങ്ങ് ഇറങ്ങി വരും. ഇനിയൊക്കെ എൻ്റെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്ന നിന്നെയൊക്കെ വലിച്ചു കീറി ചാർത്തിയേനെ. അങ്ങനെയായിട്ട് തരുകയില്ലല്ലോ, അതാണ് പ്രശ്നം.